ഇത്ര മീൻ കിട്ടി. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ കുപ്പി കൊണ്ട് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, ഒരു കുപ്പിക്കുടുക്ക ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഈ 2 കുപ്പിയുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ട്, ഈ കുപ്പിയും വേണം. ഈ 2 കുപ്പി കൊണ്ട് നമ്മളിന്നൊരു കുപ്പിക്കുടുക്ക ഉണ്ടാക്കി മീൻ പിടിക്കാൻ പോകണം. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. എല്ലാം കട്ട് ചെയ്യാനും കിഴിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കിഴുത്ത കിട്ടണം ഈ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത്. അപ്പം കുറച്ച് കിഴുത്ത കിട്ടണം. നമുക്ക് ഈ സൂചി കഴിപ്പിച്ചിട്ട് ഇതിനെ കുറേ കിഴുത്തിട്ട് കൊടുക്കണം, വെള്ളം കയറാനായിട്ട്. മുക്കുമ്പോഴേ തോട്ടി മുക്കിയിടുമ്പം ഇതിനകത്തോട്ട് വെള്ളം കയറണമല്ലോ, അതിന് വേണ്ടിയിട്ട് കിഴുത്തിയിടും. അടുക്കള വന്ന് സ്റ്റൗ ഓണാക്കി വെച്ച് ഇതാകുമ്പോൾ പെട്ടെന്ന് കമ്പി വഴിച്ച് നമുക്ക് കിഴുത്തിടാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ സ്പീഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം മുട്ട വിട്ട് കാണിക്കും. അങ്ങനെ നമ്മൾ കുപ്പിക്കകത്ത് കിഴുത്തേല ഇട്ട് കഴിഞ്ഞു. അതിനകത്ത് വെള്ളം കയറുക ഇറങ്ങുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം പോലെ കിഴുത്തി വെക്കുന്നുണ്ട്. നല്ല കിഴുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇത് കട്ട് ചെയ്ത് കിടക്കണം. ഈ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കുപ്പിക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര ഭാഗം എന്തിനാ കട്ട് ചെയ്തെടുക്കുന്നത് വെച്ചാൽ മറ്റേ മുമ്പ് ഒരു കുപ്പി കാണിച്ചില്ലേ, ആ കുപ്പി ഈ കുപ്പി ഈ പകുതിക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് കയറ്റി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കണം. എന്നുവെച്ചാൽ മീൻ ഇതിലമ്പഴിയാണ് കയറി അകത്ത് വന്ന് കിടക്കേണ്ടത്. പിന്നെ മീൻ ഇറങ്ങിപ്പോകാൻ ഒക്കത്തില്ല. നമ്മൾ മറ്റേ കുപ്പിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ ഇതിനകത്ത് വെക്കുന്ന കാണിച്ചു തരാം. ഇനി കട്ട് ചെയ്ത ഈ 2 സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മടക്കി മറ്റേ കുപ്പിക്കകത്തോട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ മടക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇരിക്കും. ഇത് ഈ വാഴ ഉണ്ടല്ലോ, ഇതും ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ലൂസാക്കി കൊടുക്കണം. ഓക്കെ, വായും കണ്ടോ, വായ കണ്ടോ ഇങ്ങനെ ആക്കി ഇരിക്കുന്നുണ്ട്. കണ്ടോ കുറച്ച് ലൂസാണ്. കണ്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് ഇതിവിടെ കെട്ടി വെക്കുകയോ അല്ലെ എന്തെങ്കിലും രീതിയിൽ നമുക്കിതൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഫിറ്റ് ചെയ്ത് പിടിച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ കുപ്പിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കിഴുത്തേലിട്ടു. ഇതിൻ്റെ മറ്റേ മീൻ കയറുന്നതിൻ്റെ നാക്ക് ആ സാധനമെല്ലാം വെച്ച് പിന്നെ ഒരു കയറും കൂടെ കെട്ടി, വെള്ളത്തിലിടുന്നതല്ലേ പോകാതിരിക്കാൻ വേണ്ടി വലിച്ചെടുക്കാൻ വേണ്ടി ഒരു കയറും കൂടെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചോറോ മൈദയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെള്ളത്തിൽ മുക്കി വെക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ നാക്ക് വെച്ചത് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു. കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും കിഴുത്തിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടി വെച്ചേക്കും. ചുമ്മാ നൂല് കൊണ്ട് ഇട്ടത് പോത്തൊന്നുമില്ല. ഇതിനുമ്പോഴായിരിക്കും മീൻ കയറുന്നത്. ഉണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിനുമ്പോൾ മീൻ കയറിക്കോളും. പിന്നെ നമുക്ക് തീറ്റയൊക്കെ ഇട്ട് വെള്ളത്തിൽ മുക്കിയിടാം. ഇത് 1 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് പോയി നോക്കാം മീനുണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ. നമ്മൾ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. ചോറ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിനകത്തൊരു കല്ലും കൂടെ നമ്മൾ വെയിറ്റിന് വേണ്ടിയിട്ട് താന്ന് കിടക്കണമല്ലോ താഴെ പോയി. അതിനൊരു വെയിറ്റിന് ഒരു കല്ലും കൂടെ അകത്തിട്ട് വെള്ളത്തിലിടും. വെയിറ്റിന് വേണ്ടി തന്നെ ഈ കല്ലും കൂടെ ഇതിനകത്ത് ഇട്ടേക്കാം. താന്ന് കിടക്കട്ടെ. തോട് മൊത്തം കുറച്ച് കലക്കലാണ്. മീൻ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഇതാണോ അവിടെ കിടക്കട്ടെ. വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ട്. കയറൂടെ കെട്ടിയിട്ടേക്കാം. അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഒന്ന് പോയി പൊക്കി നോക്കാം. നല്ല ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഇത്ര മീൻ കിട്ടി. ബക്കറ്റിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ആ ബക്കറ്റിൽ പോയി ഇത്ര മീനുണ്ട്. നല്ലോണം തീറ്റിട്ടും ചിലപ്പോൾ കുറച്ചുകൂടെ മീനെ കയറിയാൽ ഈ ചോറ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര. ഓക്കെ, ഞാൻ മീനെല്ലാം ബക്കറ്റിനകത്ത് ഇട്ടാണ്. ഇത്ര മീൻ കിട്ടി അരമണിക്കൂർ കൊണ്ട്. നല്ല തീറ്റ വല്ലായിരുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ മീൻ കിട്ടിയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് കുറച്ചൊരു 3 ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ളതായി സെറ്റ്. നമുക്കെന്തായാലും ഒന്നുകൂടി ഇട്ട് കൊടുത്തേക്കാം. കുറേ ചോറിട്ടേക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇട്ട് വെക്കാം. അപ്പോൾ കിട്ടുമില്ല അറിയും. ഇപ്പോൾ നമുക്ക് ഇത്ര മീൻ കിട്ടി. നല്ല തീറ്റയൊക്കെ ആണെങ്കിൽ വെള്ളം നല്ലതൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ കൂടുതലൊക്കെ കിട്ടിയാൽ. ഈ വെള്ളം കലക്കലുമാണ്. മീൻ കലക്കലായതുകൊണ്ട് മീൻ കുറവ്. പിന്നെ ചോറല്ല കിട്ടത്. അതിൻ്റെ ഒരു ഇതുകൊണ്ട് നല്ല തീറ്റയും വെള്ളം നല്ല തെളിഞ്ഞൊക്കെ ആയിരുന്നു കിടന്നിരുന്നെങ്കിൽ കുറേ മീൻ കൂടെ കിട്ടിയാൽ. ഓക്കെ, അപ്പം ഇനി ഇതുകൊണ്ട് വറക്കുവോ കറി വെക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം.